ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഞാനിന്ന് വിചാരിച്ച് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ പൂമലയിലേക്കാണ് പോണത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഇപ്പോൾ കുറച്ച് പേരുണ്ട്. എല്ലാവരെയും കാണിച്ചു. ഹായ് പറയ്. എല്ലാവരും എടുത്തു ഒരു സുഖം. അപ്പം ഞങ്ങൾ പൂമലയിലേക്ക് പോണേ. ഇപ്പം നല്ല കാലാവസ്ഥ, കാരണം വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട്. അപ്പം ഇത് പൂമലയിലേക്ക് പോണ വഴിയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. കുറച്ച് ഭാഗം ഞാൻ എടുത്തില്ല വീഡിയോ. ഇവരൊക്കെ നടക്കണ്ട്. ഹാനിയ വേണ്ട, അവിടെ ഒരു പാടമുണ്ട്. പിന്നെ വേണ്ട, അവിടെ ഫുള്ള് റബ്ബർ തോട്ടം. ആരും കണ്ടിട്ടില്ല, റബ്ബർ തോട്ടം. സ്കൂൾ വിട്ട് വന്നിട്ട് യൂണിഫോം പോലും ഊരാതെയാണ് ഇവിടെ ഒരാൾ വന്നിരിക്കുന്നത്. അയാളെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. കുറെ മലമുണ്ട്. ഇത് ഏതൊരു വീടാണ്? ക്രിസ്മസ് ഉള്ള വീടാണ്. ഫ്രണ്ടിൽ പോയ വീഡിയോ കറക്റ്റാ. ഇപ്പൊ കണ്ട, ഇവിടെയും കൊറേ റബ്ബർ തോട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വഴിയുണ്ട്, പക്ഷെ ഇത് റബ്ബർ തോട്ടം. അപ്പൊ ഇതൊരു വഴിയാണ്. ഇവിടെ ഇപ്പൊ രാത്രി ആയിട്ടില്ല, ഒരു സമയം ഞാൻ പറയാം 5:28 ആയിട്ടുണ്ട്. അപ്പൊ രാത്രി അവരെ, അതുകൊണ്ട് ഇവിടെ നല്ല ഇരുട്ടുണ്ട് അത്യാവശ്യം. പിന്നെ കൊറേ മരങ്ങളായോണ്ട് ഫോണില് നല്ല വെളിച്ചമുണ്ട്, പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് നല്ല ഇരുട്ടാണ്. വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ നിറച്ച് റബ്ബറും തോട്ടം കണ്ടോ. റബ്ബറും തോട്ടത്തിന്റെ ഇടയിൽ കുറെ വെളിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കതില്ല. അത് നിങ്ങൾ ഇവിടെ നോക്കിയാലേ കാണിച്ചു. ഇത് കണ്ട, ഇവിടെ പ്രേത ഉണ്ടെന്നാണ് എല്ലാരും പറയണത്. ഞാൻ പതുക്കെ പറയണേ, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടാലോ എന്ന് വിചാരിച്ചാണ്. ആളല്ല കേട്ടോ ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോ ഒരു കാട്ടിൽ കൂടെ വന്നത്. ആ വഴിയാണ് ആ വഴി. അപ്പൊ ഇവിടെ പ്രേതമൊക്കെ ഉണ്ടെന്നാണ് കൊറേ നാളായിട്ട് പറയണിട്ടത്. ഞാൻ ഒരു പ്രാവശ്യം വേറെ ആരൊക്കെയോ പറയണിട്ടത്. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഒരു പരതാമസം ഉണ്ടായിരുന്നു. ഒരു കണ്ടോ, ഇവിടെ നോക്കുമ്പോ ഒരു സ്ഥലം കാണാം. എന്താന്ന് എനിക്കറിയില്ല. കണ്ടോ, ഫ്ലാറ്റ്. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ എന്താ പരതാമസത്തിന് പോയിട്ട് വന്നപ്പോ എന്താ ഇങ്ങോട്ടാ അന്ന് നമ്മൾ വേറെ വഴി. അപ്പൊ ഞങ്ങള് പെരുതാമസം കഴിഞ്ഞ് വന്നപ്പോ അന്ന് രാത്രിയായിരുന്നു. അന്ന് ഇവിടേക്ക് അതിന്റെ ഒപ്പം വന്ന കുറെ പേര് പറഞ്ഞത് അവിടെ പ്രേതമൊക്കെ ഉണ്ടെന്നാണ്. അപ്പൊ എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളിത് ഏതൊരു വഴി പോകണ്ട, ഈ വഴി ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വഴി പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇവരൊക്കെ നടന്ന് ക്ഷീണിച്ചാ? ഇല്ലാന്നാ പറഞ്ഞത്. എപ്പടുത്ത് കൈ കാണാട്ടോ. അപ്പൊ നമ്മൾ 2 സൈഡുള്ള കാർഡ് സെറ്റ് ചെയ്തിരിക്കണേ. അപ്പൊ നമ്മള് 2 സൈഡ് കാടുള്ള സ്ഥലത്താണ് നിക്കണേ. അപ്പൊ ഞങ്ങളൊരു കയറ്റം കയറാൻ പോവാണ്. അപ്പൊ ഞങ്ങളൊരു വലിയ കയറ്റാണ് ഇവിടെ. ഇപ്പൊ കേറണം. അപ്പൊ ഞങ്ങളെന്താ പൂമല എന്തോ ഒരു റോഡിന്റെ പേര് പറഞ്ഞേ, ആ റോട്ടിലാണ്. അപ്പൊ എല്ലാവർക്കും നടന്ന് കാലിന് എടുക്കണ്ട്. പക്ഷേ
കാലം എടുക്കണ്ട. അപ്പൊ എല്ലാരും ഓടി കയറുക. ഞങ്ങൾ ഈ കയറ്റം കയറി കയറി അവസാനം ഇവിടെ എത്തി. കണ്ടോ, ഞങ്ങൾ അവിടെ നിന്ന് വന്നതാ, ഇവിടെ വരെ എത്തി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടന്ന് ഇവിടെ വരെ എത്തി. പക്ഷെ ആ കയറ്റ് ഞങ്ങൾ ഇത്ര കയറിയതാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഈ കയറ്റാണ് കുത്തനെ. പിന്നെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, എന്തോ ഒരു കമ്പനിയാന്ന് എനിക്ക് തോന്നണം. അപ്പൊ ഞങ്ങൾ അവിടെ കുറെ നടന്ന്, പക്ഷെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിലാണ് എത്തിയത്. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിന്റെ ഏതോ ഒരു ഇടവഴി, ഞങ്ങൾ ഇതുവരെ ഈ വഴി പോയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വഴിയാണ് ഈ വഴി എന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ വഴി വന്നത്. അപ്പൊ ഞങ്ങള് ഇവിടെ എത്തി. എന്തായിരുന്നു വഴി? പ്ലാവിൻചോട്ടിലേക്ക് പോണ ഒരു ഇടവഴി ഉണ്ട്, അവിടേക്ക് ഒരു ഇടവഴി ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോയാല് പ്ലാവിൻചോട്, ഇങ്ങോട്ട് പോയാല് പൂമല. പൂമലയുടെ അവിടെ ഞങ്ങൾക്ക് വെല്ലുവിളത്തേക്കും പോവാം. അപ്പൊ ഞങ്ങൾ അവിടെയാണ് എത്തിയത്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് കുറച്ച് പോകുമ്പോഴാണ് വെല്ലുവിളാണ് ഞങ്ങളുടെ വീട്. വെല്ലുവിളത്തു നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വീട്. പിന്നെന്താ ഇതുണ്ട്. അപ്പൊ ഇത് രണ്ട് സൈഡ് മതിലാണ്. മതിലിന്റെ അപ്പുറം റബ്ബറും തോട്ടം. റബ്ബറൊക്കെ ചെറുതായിട്ടുള്ളതുകൊണ്ട് അതിന് പോണ വഴി മുഴുവൻ റബ്ബറും തോട്ടാണ്. എനിക്ക് തോന്നുന്നത് ഈ റബ്ബറും തോട്ടത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ രണ്ട് സൈഡ് മതിലുണ്ട്. ആ മതിലിന്റെ അപ്പുറം രണ്ട് സൈഡിലും റബ്ബറും തോട്ടാണ്. പക്ഷെ ഈ റബ്ബറുകൾക്ക് മറ്റു സാധനമില്ലേ, അപ്പൊ മറ്റേ ഈ ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ റബ്ബർ എടുക്കൂലേ, ചിരട്ട വെച്ചിട്ട് റബ്ബറും പാല് എടുക്കൂലേ, അത് അത്ര ആയിട്ടില്ല. ആ മരങ്ങളൊക്കെ ചെറുതായോണ്ട് അതിനൊന്നും അവസാനം വച്ചിട്ടില്ല. പക്ഷെ നമ്മൾ മറ്റേ സൈഡിൽ കണ്ടതിൽ മിക്കതിനും മറ്റേ നമ്മള് വന്നപ്പോ ഞാൻ കുറെ റബ്ബർ തോട്ട് കാണിച്ചില്ലേ, അതിലൊക്കെ മറ്റു സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. റബ്ബർ പാലെടുക്കണത്. ഇതിനൊക്കെ അത് വന്നോളൂ. കണ്ട എല്ലാം ചെറുതാണ്. ഇനി ഇത് റബ്ബറാണോ? ആ റബ്ബറാണ്. ഓക്കെ. അപ്പൊ ഞങ്ങള് എന്താണ് ആ റബ്ബർ തോട്ടാണ് ഇവിടെ ഫുള്ള്. ഞങ്ങൾ വീടിന്റെ അവിടെ എത്താറായി. ഇതൊരു ഇടവഴിയാണ്. ഇവിടെ കണ്ടോ ഓട. നിങ്ങൾ കണ്ട ഇത് കുറെ ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ നല്ല രസമാണ്. ഇപ്പൊ ഞങ്ങൾ എത്താറായി ഏകദേശം വീട്. കുറച്ചും കൂടി നടക്കാനുണ്ട്, കുറച്ചധികം. ഇത് കണ്ട ഞങ്ങൾ വന്ന മലയാണെന്ന് എനിക്ക് തോന്നണേ. അത് ഞങ്ങൾ വന്ന മല. ആ മല ഇവിടെ നോക്കിയാൽ കാണാം ശരിക്കും. ഇപ്പൊ നല്ല കാറ്റുണ്ട്. കണ്ട വാഴലേക്കാടന് നല്ല കാലാവസ്ഥ ഉണ്ട് ഇപ്പൊ ഇവിടെ. മഴ പെയ്യാറായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂടായിട്ടുണ്ട്. മഴ പെയ്താൽ നല്ല രസമായിരിക്കും. ഞങ്ങളുടെ വെച്ച് കൊടയില്ല, പക്ഷെ നല്ല രാത്രി ആയൊരു ഫീലുണ്ട്. കാരണം രാത്രി ആവാറായി. ഞങ്ങളെന്താ കണ്ട ഇവിടെയും വീണ്ടും റബ്ബറും തോട്ട. ഈ ഏരിയയിൽ ഫുള്ള് റബ്ബറും തോട്ട. പൂമലയിൽ ഫുള്ള് റബ്ബറും തോട്ട. ഇപ്പൊ ഞങ്ങളുണ്ട് ഒരു നല്ലൊരു ഞങ്ങളുണ്ട് ഇവിടെ എത്തിയപ്പോ റബ്ബറും തോട്ടം ഇല്ല കേട്ടോ. പക്ഷെ ഇവിടെ കുറച്ച് മലകളൊക്കെയാണ്. കണ്ടോ ഇവിടെ ഞങ്ങളുടെ ഇവിടെ റോഡ് പണിയാണ്. കണ്ടോ ഗോ സ്ലോ വർക്ക് ഇൻ പ്രോഗ്രസ്. അവിടെ JCB ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ ഞങ്ങൾ എങ്ങനെ പോവും? ഇനി കുറച്ചധികം നടക്കണം.
അപ്പം ഞങ്ങളവിടെ എത്താറായിട്ടോ. അവിടെ JCB തിരിച്ചു വരൂടി. ഒരിക്കലും ആരും ഇല്ലാത്ത റോഡാണ്. ഇപ്പോൾ ഇവിടെ കണ്ട ഒരു JCB ഉണ്ട്. പിന്നെ അവരെ ഇവിടെ കുഴി ശരിയാക്കാറുണ്ട്. അവിടെ നേരത്തെ ഒരു കുഴിയായിരുന്നു. അവിടെ കണ്ടോ ആൾക്കാരവിടെ കുഴി ശരിയാക്കും. ഇവിടെ നല്ലൊരു കുഴി പോയിച്ചേക്കണം. അപ്പോൾ ഇവിടെ നല്ല കുഴിയുണ്ടോ? അപ്പോൾ എനിക്കറിയില്ല ഈ കുഴിയൊക്കെ ഇവിടെ JCB ഓണാക്കാം. ഉണ്ട് വണ്ടി നോക്കാം. ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കാണാൻ നല്ല രസമുള്ള തോട്ടമാണ്. എനിക്കിഷ്ടമായി. നല്ല കുഞ്ഞ് നല്ല രസമല്ലേ? ഇത് ഞങ്ങളൊരു വീട്ടിലേക്ക് പോണ ഒരു ചെറിയ ഇടവഴിയാട്ടോ. ഇത് ഞങ്ങളവിടുത്തെ വലിയോളം എന്നാണ് ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേര്. അവിടെ ഒരു വലിയ കുളമുണ്ട്. അതാണിത്. പക്ഷെ ഇവിടെ ഫുള്ള് പായൽ നിറഞ്ഞിട്ട് വെള്ളം കാണാൻ പറ്റില്ല. ഇവിടെ ഒരു പോത്ത് കിടക്കണുണ്ടോ? പോത്തിന് നീന്താനറിയോ? എടാ നോക്കണടാ അത്. പോത്തിന് നീന്താനറിയോ? ഇല്ലേ? അയ്യോടി പാവം. ഇവിടെ ഫുള്ള് പായല കണ്ടാ. വെള്ളം കാണാൻ പറ്റില്ല നമുക്ക് അല്ലേ? പോത്ത് ആ പോത്തിന് മേത്തൊക്കെ ആയിട്ടിരിക്കാണ്. അപ്പൊ നമ്മളിവിടെ ഫുൾ ചവറ് അതൊക്കെയാണ്. ഇലയും പിന്നെ കാടൊക്കെയാണ്. വെള്ളം ഒരിക്കലും കാണാൻ പറ്റില്ല. അവിടെ നിന്നാണ് വെള്ളം വന്നത്. അവിടെ ഒരു വീട്ട് അങ്ങോട്ട് പോയി താഴെ വീട്ടിൽ ആ ടാപ്പ് ഉണ്ടാകും. അതിൽ കൂടെ വെള്ളം നിറയും. ആ ടാപ്പിൽ കൂടെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ നല്ല മഴക്കാറുണ്ടെന്ന്. രാത്രി ആയപ്പോൾ മഴ പെയ്തു. ഭയങ്കര ചൂടല്ലേ? അപ്പം ഞങ്ങൾക്ക് വേഗം വീട്ടിലെത്തണം. പിന്നെ ഇവിടെ ഇടയ്ക്ക് കോളേജിലെ പിള്ളേരൊക്കെ വന്നിട്ട് മഴ ശരിക്കും കൂടി കോളേജിലെ പിള്ളേർ വന്നിട്ട് ശരിയാക്കും. അപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങാറുണ്ട്. നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ഞങ്ങളിപ്പോൾ വീടെത്തി. ഞങ്ങളുടെ വീട് ഇവിടെ കണ്ടോ? ഞങ്ങൾ അവസാനം വീടെത്തി. അയ്യോ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.